നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ക്യാബേജ് കൊണ്ട് നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കാം. ഇതിനുവേണ്ടി 1/4 കിലോ ക്യാബേജ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മീഡിയം സൈസിലുള്ള സവോള വേണം. സവോള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കറിവേപ്പില അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ കടലമാവ്, അരിപ്പൊടിയും ഉപ്പും വേണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂണിൽ താഴെ കായപ്പൊടിയും വേണം. ഇത് വറുത്തെടുക്കാൻ ഓയിൽ വേണം. റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ക്യാബേജിലേക്ക് ഈ സാധനങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില, സവോള, വെളുത്തുള്ളി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കടലമാവും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കുവാണ്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. സവോളയിൽ നിന്നൊക്കെ ഊറി വരുന്ന ആ വെള്ളത്തിൽ തന്നെ ഇത് നന്നായി കുഴഞ്ഞു വന്നോളൂ. എന്നിട്ടിതൊരു 5-10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കണ്ടോ, ഇതൊരു ഇച്ചിരി കുഴഞ്ഞ ഒരു പരുവത്തിലാണ്. ഇച്ചിരി വെള്ളം കൂടുതലാണ്. നമുക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് കൂടെ ചേർക്കാം. ഇത് വറുത്തെടുക്കാനുള്ള എണ്ണ അടുപ്പിൽ ചൂടായി കിടക്കുകയാണ്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കുവാണ്. അപ്പം ഇങ്ങനെ ചൂടായ എണ്ണ ഒഴിക്കുന്നതും അതുപോലെ അരിപ്പൊടി ചേർക്കുന്നതൊക്കെ കൊണ്ട് നമ്മുടെ ക്യാബേജ് നല്ല ക്രിസ്പിയായി കിട്ടും. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഞാനതൊരു ഉരുള പോലെ ഇട്ട് കൊടുക്കുന്നത്. കയ്യിലെടുത്തിട്ടൊന്ന് പരത്തിയിട്ടാണ് ഇടുന്നത്. പിന്നെ ഇതിനകത്ത് കടലമാവിൻ്റെ അളവ് വളരെ കുറവാണ്. കടലമാവ് കൂടുതലാണെങ്കിൽ ഒരുമാതിരി കട്ട പിടിച്ചിരിക്കും. ഇതിപ്പോൾ ക്യാബേജ് തന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ നോക്കി കണ്ടാൽ അറിയാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു സൈഡായി കഴിയുമ്പോഴത്തേനും നമുക്കത് തിരിച്ചിടാം. ഇതിനി നമുക്ക് ഒന്ന് തിരിച്ചിടാം. ഇതുണ്ടാക്കിയെടുക്കാൻ അധികം സമയം ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും ഉണ്ടാക്കി തുടങ്ങിയാൽ മതി. ക്യാബേജൊക്കെ വളരെ നൈസായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്നായി കിട്ടും. ഇതിനി തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ ക്യാബേജ് ഇപ്പം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ക്യാബേജ് ബജി എന്നോ ക്യാബേജ് പക്കോട എന്നൊക്കെ പറയാം. നമുക്കിനി ബാക്കിയും ഇതുപോലെ വറുത്തെടുക്കാം. ഇത് നല്ല ചൂടോടെ സോസും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ക്രിസ്പി ക്യാബേജ് പക്കോട തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ സോസാണ്. ഈ സോസും കൂട്ടിയാണ് നമ്മളിന്ന് ഈ ക്യാബേജ് പക്കോട കഴിക്കുന്നത്. അപ്പോൾ ഈ സോസിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്